മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 16/11/1979 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അത്തമാണ് നക്ഷത്രം, അത്തം 3-ാം പാദം. ധനു ലഗ്നം, ലഗ്നത്തിൽ ഗുളികൻ, 2 ശൂന്യം, 3-ൽ കേതു, 4, 5, 6, 7, 8 ഭാവങ്ങൾ ശൂന്യം, 9-ൽ കുജൻ, രാഹു, ഗുരു, 10-ൽ ചന്ദ്രൻ, ശനി, 11-ൽ സൂര്യൻ നീചൻ, 12-ൽ ബുധൻ, ശുക്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകളുള്ള ഒരു ഗ്രഹസ്ഥിതിയാണത്. ഒന്ന്, രാഹു കേതുക്കൾക്ക് ഉള്ളിലായിട്ടാണ് പ്രധാന ഗ്രഹങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത്. എന്ന് വച്ചാൽ രാഹുവിനും കേതുവിനും പുറത്തായി ഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് സാരം. അതിലുപരി 7-ാം ഭാവാധിപൻ ആയിട്ടുള്ള ലഗ്നത്തിൽ ഗുളികനുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ 12-ൽ ശുക്രനോടൊത്ത് നിൽക്കുന്നു. പൊതുവേ ബുധൻ ശുക്രൻ വളരെ നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ ബുധൻ എന്ന് പറയുന്നത് നഷ്ടസ്ഥാനത്താണ്. ലഗ്നാൽ 12-ൽ ഏതൊരു ഗ്രഹം നിന്നാൽ തന്നെയും വളരെയധികം ശ്രദ്ധിക്കണം. എന്ന് വച്ചാൽ വിവാഹം എന്ന് പറയുന്ന അനുഭവവുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വരുന്നതിന് കാലതാമസം ഉണ്ടാകാം. അതല്ല എങ്കിൽ ശനിയുടെ 3-ാമത്തെ ദൃഷ്ടിയിലാണ് 7-ാം ഭാവാധിപനും വിവാഹ കാരകഗ്രഹവും നിൽക്കുന്നത്. അവിടേക്ക് ഗുളികൻ്റെ 12-ാം ദൃഷ്ടിയും ഉണ്ട്. വിവാഹ സംബന്ധമായി തക്കതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ, സാധ്യതകളുള്ള ഒരു ഗ്രഹനില തന്നെയാണത് എന്ന് 100% ഉറപ്പിച്ച് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ വന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ഇത് വിവാഹമോചിതനായി പിന്നീട് വിവാഹം കഴിച്ച ഒരാളുടെ ഗ്രഹനിലയാണ്. അപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നഷ്ടസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റ് ടൈം അല്ലെങ്കിൽ ഗ്രഹനില പോലെയുള്ള കാര്യങ്ങളൊന്നും നോക്കിയല്ല വിവാഹം കഴിക്കുന്നത് എങ്കിൽ അത് ഡിവോഴ്സിൽ തന്നെ, വിവാഹമോചനത്തിൽ തന്നെ തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായി പഠിക്കേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണത്. 7-ാം ഭാവാധിപൻ 12-ൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ, ശനിയുടെ ദൃഷ്ടിയിൽ. ശനി ചന്ദ്രനോടൊത്ത് നിൽക്കുന്നു. ചന്ദ്രൻ ശനി, ചന്ദ്രൻ രാഹു, ചന്ദ്രൻ കേതു, ചന്ദ്രൻ ഗുളികൻ. നല്ല കോമ്പിനേഷനേ അല്ല. ഒരുമിച്ച് നിന്നാലും ദൃഷ്ടിയിൽ വന്നാലും ചന്ദ്രനെ വീക്കാക്കും. എന്ന് വച്ചാൽ ചന്ദ്രൻ്റെ പവറിനെ കുറയ്ക്കും. മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള അസ്വസ്ഥതകൾ, 10-ൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സ്. ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. ആ ജോലിയിൽ ഉന്നത പദവി തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ആ ജോലിയുടെ സ്ട്രെസ്സ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ കാര്യങ്ങൾ ഉണ്ടാകും. അതല്ല എങ്കിൽ പോലും മനസ്സ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അസ്വസ്ഥമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഉപരി 7-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ കുജൻ നിൽക്കുന്നത് രാഹുവിനോടൊത്താണ്. അതും നല്ലതല്ല. അപ്പോൾ ഇതെല്ലാം തന്നെ വിവാഹ ജീവിതത്തെ സാരമായി നെഗറ്റീവായി ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിച്ചതും നടന്നതും അനുഭവത്തിൽ വന്നതും എല്ലാം തന്നെ. പിന്നെ പൊതുവേ രാഹുകേതുകൾക്കുള്ളിലായി പ്രധാന ഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഉയർച്ച എന്ന് പറയുന്നതിന് ഒരു കാലതാമസം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ആളുകൾ അതിന് കാളസർപ്പയോഗം പോലെയുള്ള കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അത് സത്യം തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ടഫ്നെസ്, വിവാഹ സംബന്ധമായിട്ടാവാം, ജോലി സംബന്ധമായിട്ടാവാം, ധനസംബന്ധമായിട്ടാവാം. ഇവിടെ ഇദ്ദേഹത്തിനത് വിവാഹ സംബന്ധമായിട്ട് ധാരാളമായിട്ട് ഉണ്ടാവുകയുണ്ടായി. പ്രത്യേകിച്ച് ലഗ്നത്തിൽ ഗുളികൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ടഫ്നെസ്, ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ആ വ്യക്തിയെ കടത്തി വിടുന്നതിന് ഗുളികൻ വലിയ രീതിയിലുള്ള ഉപദ്രവം ആ രീതിയിൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരം നിർബന്ധമായും ചെയ്തു തന്നെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വ്യാഴ ലഗ്നമായതുകൊണ്ടും വ്യാഴം വർഗോത്തമം ചെയ്ത് ലഗ്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും പ്രസ്തുത വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ടും ലഗ്നത്തെ ബേസ് ചെയ്ത് അടിസ്ഥാനമാക്കി തന്നെ കൃത്യമായി പരിഹാരം ചെയ്താൽ അതൊരു ക്യാപ്സ്യൂൾ പോലെ ഒറ്റ പരിഹാരത്തിൽ തന്നെ നിർത്തി അത് കൃത്യമായി കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കും. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിനും വ്യാഴം എന്ന് പറയുന്ന ലഗ്നത്തിനും മാത്രമുള്ള ഒരു പ്രത്യേകത തന്നെയാണത്. ഏതൊരു ഗ്രഹനിലയിലെയും ഭാഗ്യകാരക ഗ്രഹമാണ് വ്യാഴം. ഇവിടെ അത്
9-ൽ നിൽക്കുന്നു, വർഗോത്തമം ചെയ്ത് വളരെ നല്ലതാണ്. പക്ഷേ അവിടെ രാഹുവുമുണ്ട്. ഗുളിക ഭവനാധിപനായിട്ടുള്ള വ്യാഴവുമാണ്. അപ്പോൾ കണിശമായും നിർബന്ധമായും ലഗ്നത്തെ അടിസ്ഥാനമാക്കി തന്നെ കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്തു പോയി കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉയർച്ച, വളർച്ച, നേട്ടം, മെച്ചം, ഗുണം, ലാഭം എല്ലാം തന്നെ ഉണ്ടാവാനും ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ഗ്രഹനില തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ വിവാഹം ഡിവോഴ്സിലേക്ക് പോവുകയും എന്നാൽ രണ്ടാമത് വിവാഹം കഴിക്കുകയും അത് വളരെ സന്തോഷത്തോടു കൂടിയുള്ളൊരു കുടുംബജീവിതം നയിക്കുകയും ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് ഈ ഗ്രഹനിലയുടെ പവർ തന്നെയാണ്, എന്ന് വെച്ചാൽ അതിൻ്റെ ശക്തി തന്നെയാണ്. 7-ാം ഭാവാധിപൻ ശുക്രനോടൊത്ത് നിൽക്കുന്നു. ശുക്രൻ ബുധൻ വളരെ നല്ല കോമ്പിനേഷനാണ്. പക്ഷേ ചില ഗ്രഹനിലകളിൽ ശുക്രൻ നീചനായിട്ടും അല്ലെങ്കിൽ അതിനോടൊത്ത് ബുധനോ അതല്ലെങ്കിൽ ബുധൻ നീചനായിട്ട് അതിനോടൊത്ത് ശുക്രനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതല്ല ഫലം, വളരെ വളരെ മോശമാണ്. ഇതിവിടെ 12-ൽ നിൽക്കുന്നത് കൊണ്ടും ഗുളികൻ്റെ ദൃഷ്ടി വന്നതുകൊണ്ടും ശനിയുടെ 3-ാം ദൃഷ്ടി വന്നതുകൊണ്ടും 7-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ രാഹുവിനോടൊത്ത് നിൽക്കുന്നത് കൊണ്ടും ആ നടത്തിയ സമയം ഇതെല്ലാം എടുത്തിട്ടാണ് ഇവിടെ ആദ്യത്തെ വിവാഹം പരാജയത്തിലേക്ക് പോയതും കൃത്യമായിട്ട് അതിന് പരിഹാരം ചെയ്യുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നടത്തുകയും ചെയ്ത സമയത്ത് രണ്ടാമത് വിവാഹം നടക്കുകയും അത് വളരെ സന്തോഷമായിട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് തത്വത്തിൽ ഈ ഗ്രഹനിലയുടെ അർത്ഥം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അത്തമാണ് നക്ഷത്രം, ചന്ദ്രദശയിൽ ജനിച്ചു. 83 വരെ ചന്ദ്രൻ, അതിനുശേഷം 7 കൊല്ലം കുജദശ അഥവാ ചൊവ്വ, അതിനുശേഷം രാഹു 18 കൊല്ലം 2008 വരെ, അതിനുശേഷം ഗുരു 2024 വരെ, അതിനുശേഷം ശനി 2043 വരെ, അതിനുശേഷം ബുധൻ 2060 വരെ, ശേഷം കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശനിയിൽ ശനിയാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. എന്ന് വച്ചാൽ 11/4/2024 തൊട്ട് 15/4/2027 വരെ ശനിയിൽ ശനി സ്വാപഹാരം, ചന്ദ്രനോടൊത്ത് 10-ൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ട് തന്നെ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരല്പം ശ്രദ്ധ കൊടുക്കുക. ജോലി സംബന്ധമായിട്ടുള്ള ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന ഒരു സമയം തന്നെയാണ് ശനിയിൽ ശനി. മഹായോഗം കൊടുക്കുന്ന ഒരു ഗ്രഹമാണെങ്കിൽ പോലും അതിൻ്റെ സ്വാപഹാരത്തെ ഒരല്പം ശ്രദ്ധയോടെ കണ്ടുപോകുന്നത് ഏതൊരാൾക്കും വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 11-ൽ സൂര്യൻ നീചനായിട്ടാണ് നിൽക്കുന്നത്. 11-ാം ഭാവാധിപൻ ശുക്രനാണ്, 12-ൽ നിൽക്കുന്നു. 11-ൽ സൂര്യൻ നീചനായി നിൽക്കുന്നത് ലാഭകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം അത് ഒരല്പം നെഗറ്റീവായി ഭവിക്കുകയോ പിന്നീട് ക്രമേണ അത് ലാഭത്തിലായി വരികയോ ചെയ്യുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഭാഗ്യവശാൽ ഈ ഗ്രഹനിലയിൽ സൂര്യൻ ശനി ബന്ധം ഒരു രീതിയിലും വരുന്നില്ല. സൂര്യൻ ശനി ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഈ ഗ്രഹനിലയിൽ തന്നെ ചില ഗ്രഹനിലകളിൽ സൂര്യൻ നീചനായി നിൽക്കും, ശനി അവിടെ ഉച്ചനായി നിൽക്കും. വലിയ പ്രയാസമാണ്. അത്തരക്കാരെ പരിഹാരങ്ങൾ ചെയ്തു പോലും രക്ഷിച്ചെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. രണ്ടു കട്ടി സ്വഭാവമുള്ള ഗ്രഹങ്ങളാണ്, എസ്പെഷ്യലി സൂര്യൻ, ശനി, കുജൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഉച്ചനായി ശനിയും നീചനായി സൂര്യനുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ, അത് ഏത് പൊസിഷനിൽ, ലഗ്നാൽ 4-ലായിക്കോട്ടെ, അതല്ലെങ്കിൽ ലഗ്നാൽ 5-ആയിട്ട് വന്നോട്ടെ, അല്ലെങ്കിൽ 9-ാം ഭാവാധിപത്യമോ 10-ാം ഭാവാധിപത്യമോ വഹിച്ച് ഈ പറയുന്ന രീതിയിൽ നീചനായ സൂര്യൻ ഉച്ചനായ ശനി എന്നുള്ള അവസ്ഥയിൽ നിന്നാൽ പോലും വളരെ ശക്തമാണ്, വളരെ ബുദ്ധിമുട്ടാണ് അത്തരക്കാരുടെ ലൈഫിനെ. പ്രത്യേകിച്ച് അത്തരക്കാർക്ക് ശനി ദശ കൂടെ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമാണ്. നമ്മൾ ഒരുപാട് ശനിയെക്കുറിച്ച് വില്ലൻ കഥകൾ കേട്ടിട്ടുണ്ടാകും. അതിലൊരു പ്രമുഖ വില്ലനാണ് സൂര്യൻ ശനി കോമ്പിനേഷൻ. പ്രത്യേകിച്ചും നേരത്തെ ഈ പറഞ്ഞ അവസ്ഥയിൽ തുലാം എന്ന് പറയുന്ന രാശിയിൽ ശനി ഉച്ചമാവുമ്പോൾ അത് സൂര്യന് നീചരാശിയാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടഫ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണത്, സൂര്യൻ ശനി കോമ്പിനേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുടെ ഒരു ചെറിയ വിശകലനം എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ലഗ്നത്തെ കൊണ്ട് തന്നെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് ഔന്നത്യങ്ങൾ, ധനപരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടി. വർഗോത്തമം ചെയ്ത വ്യാഴം എന്ന് പറയുന്നത് തന്നെ വലിയ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അതിന് ഗുളികനെ ഒതുക്കുന്നതിന് വേണ്ടുന്ന, ലഗ്നാധിപൻ്റെ പവറിനെ കൂട്ടുന്നതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉയർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് മനസ്സിലാക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.